മോഹന ഒരു സമാധാനം കിട്ടണല്ലോ വക്കീലെ, ഒരു സമാധാനമില്ല. ഇവിടെ തനിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വല്ല പ്രശ്നമുണ്ടോ? അല്ല, കുറച്ചു മുന്നേ എൻ്റെ അടുത്ത് സന്തോഷത്തോടെ ഇവിടുന്ന് പോയ ആളാണ്. ഇപ്പൊ ഇത് ഭയങ്കര ടെൻഷൻ അടിച്ച് പിന്നെ വന്നിരിക്കും. എൻ്റെ വക്കീലെ, സമാധാനത്തിനും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ വീട്ടിലോട്ട് കയറി ചെന്നത്. അവിടെ എത്തിയപ്പോഴേക്കും അടുത്ത മാരണം ഒരു സ്ത്രീ. സ്ത്രീയോ? ഏത് സ്ത്രീ? പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ആവണി അവര് ചേച്ചിന്നൊക്കെ വിളിക്കണത്. പോരാത്തതിന് അവരൊരു ഗവൺമെന്റ് എംപ്ലോയി. അവരുടെ പുതിയ ഏതോ പ്രൊജക്ടിന് ആവണിനെ വോളണ്ടിയർ ആയിട്ട് ക്ഷണം കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ. തന്റെ കാര്യം വല്ലാത്ത കഷ്ടോടും. താൻ്റെ കാര്യം ചെയ്, ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് എടുക്ക്, എന്നിട്ട് അവരെ പോയി കണ്ട് കാര്യം പറയും. വേണേ ഞാനും കൂടെ വരാം. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രകാശൻ ഈ പറഞ്ഞ സ്ത്രീനെ കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീയുടെ പ്രശ്നം എന്താണെന്നറിയോ? തികച്ചും പുരുഷവിരോധിയാണ്. പുരുഷവിരോധിയോ? വല്ല മണഗുണാഞ്ചം ഭർത്താവും ആയിരിക്കും അവരുടെ. അതുകൊണ്ടാണ് ഈ പുരുഷവിരോധം. എന്റെ കയ്യിലെങ്ങാനും ആയിരിക്കണം. അവളെ വരച്ച വര നിർത്തിയാണ് ഞാൻ. എന്റെ വക്കീലിന്റെ പോലെ എല്ലാരും ഭാഗ്യവന്മാരാവാൻ പറ്റുമോ? അത് ശരിയാ. താനൊരു കാര്യം ചെയ്യ്, അവരുടെ ഭർത്താവിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്ക്. ഞാൻ അയാൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്ത് അയാൾ ഒരു ആണാക്കാൻ പറ്റുമോ നോക്കട്ടെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ അനിയന്റെ ഭാര്യക്ക് ഈ ജോലി ചെയ്യണം എന്നുള്ള വാശിയിലാണ്. അപ്പൊ പിന്നെ താൻ രക്ഷപ്പെട്ടില്ലേ? അവൾക്ക് ആ ജോലി മേടിച്ചു കൊടുത്ത് സമ്മാനത്തോടെ ഇരുന്നൂടെ? എന്റെ വക്കീലെ, എന്തൊക്കെ മണ്ടത്തോടെ ഈ പറയണത്? അവള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യ വെറുതെ ഇരിക്കില്ല. പിന്നെ ഞങ്ങൾ രണ്ടിലും ഉടക്കാവില്ലേ? എടോ, തന്നോട് നേരിട്ട് എന്ന് സപ്പോർട്ട് ചെയ്യാനാണോ പറഞ്ഞത്? ബുദ്ധി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടോ? അത് ഉപയോഗിക്ക്. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ കേസൊന്ന് കൈകാര്യം ചെയ്യേ. പിടികിട്ടിയാ? ഇല്ല. പിന്നെ എന്തോന്ന് ഇത്ര നേരം ചിന്തിച്ചോണ്ടിരുന്നത്? അല്ല, വക്കീൽ എന്താ ഉദ്ദേശിക്കണേ? ഞാൻ ചിന്തിച്ചോണ്ടിരിക്കണായിരുന്നു. ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യും വക്കീൽ? അതൊന്ന് പറ. എടോ, പരസ്യമായി താൻ തന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുക. വീട്ടിലുള്ള ബാക്കി എല്ലാ ആളുകളുടെ അടുത്തും പോയി താൻ അനിയന്റെ ഭാര്യ ജോലിക്ക് പോകേണ്ട കാര്യത്തെ പറ്റി സംസാരിക്കുക. അപ്പൊ ഒരു പ്രശ്നം വരുമോ? അപ്പൊ അവിടെ ഭൂരിപക്ഷത്തിനായിരിക്കും സ്ഥാനം കൂടുതൽ. അപ്പൊ ആരെ സപ്പോർട്ട് ചെയ്യും? അഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ തനിക്ക് പ്രശ്നമുണ്ടോ? അഞ്ജു ജോലിക്ക് പോട്ടെ, ആവണി വീട്ടിലിരിക്കും. ഓ വക്കീലാണ് പുലി തന്നെ. എന്തായാലും ഞാൻ വീട്ടിൽ ചെന്ന് ആവണിനെ സപ്പോർട്ട് ചെയ്യും. പ്രകാശൻ എന്തായാലും അഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അമ്മയുടെ കാര്യം എന്തായാലും ഉറപ്പായിട്ടും അഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ഉറപ്പാണോ? ഉറപ്പ്. ഞാനല്ല ആ വീട്ടിൽ താമസിക്കണേ, എനിക്കറിയാൻ പാടില്ല അവിടുത്തെ കാര്യങ്ങള്. വക്കീലെ, ഈ പ്ലാൻ കൊള്ളാം. എന്തായാലും വീട്ടിൽ ചെന്ന് ഈ പ്ലാൻ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാ. നീ എന്ത് ആലോചിച്ചോണ്ടിരിക്കണേ? ചേട്ടാ, നാളെ പിന്നെയും രണ്ടുപേരും രണ്ട് വഴിക്കാവുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. പഴയ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവില്ല. അതിന് ഒരിക്കലും വർക്കൗട്ട് ആവില്ല. അവനിക്ക് എല്ലാം മനസ്സിലായി. നമ്മൾ കാണിച്ച ഇവിടെ സ്റ്റഡ് സീനില്ലേ, അതൊക്കെ വെറും ടൈപ്പ്. അതെങ്ങനെ? എടാ, നീ അയച്ച വാട്സാപ്പ് മെസ്സേജ് ഒക്കെ അവള് വായിച്ച് നോക്കി. ഇവിടെ ചമ്മി നാറി ഞാൻ. അല്ല, പ്ലാൻ എന്തായാലും നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നതാണല്ലോ. അല്ല, ഈ പ്രോബ്ലം എങ്ങനെ നമ്മൾ സോൾവ് ആക്കി? ഇതിപ്പോ 2 പേർക്കും ജോലിക്ക് പോകണം എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് ഭൂരിപക്ഷത്തിന് വിടാം. എങ്ങനെ? എടാ, നീ അഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യണം. അവളെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ആവണീനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഉള്ളത് അമ്മയുടെ കാര്യമാണ്. അത് പിന്നെ അറിയാമല്ല. എന്തായാലും നിന്റെ ഭാര്യയുടെ സൈഡിൽ നിൽക്കും. അമ്മ ആർക്ക് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യട്ടെ. ഭൂരിപക്ഷത്തിന് വിടാനുള്ള കാര്യം എന്തായാലും അഞ്ജുനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. ഏട്ടത്തിയുടെ കാര്യം ചേട്ടൻ നോക്കിക്കോളാം. അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഏട്ടത്തി സ്ട്രോങ് ആണ്. അറിയാലോ. അല്ല, പിള്ളേര് 3 പേര് വോട്ട് ചെയ്യണമെന്ന് പറയുമോ? എടാ, പിള്ളേരുടെ കാര്യമൊക്കെ വിടും. പിന്നെ ഇവിടെ വോട്ട് ഇലക്ഷനൊക്കെ നിൽക്കാൻ പോകണമല്ലേ, അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാത്. പ്ലാൻ പാളരുത്. പാടില്ല. ഇനി അമ്മ എങ്ങാനും ആവണിയെ സപ്പോർട്ട് ചെയ്യൂ. മിനിറ്റിന് പണി വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഈ കാര്യത്തിനെങ്കിലും നീ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ അവസ്ഥ അതായതുകൊണ്ടാണ്.